ആ തറി സെറ്റപ്പായില്ലേ? തുടങ്ങല്ലേ? തുടങ്ങാം. കിട്ടില്ലേ? എന്തൊക്കെയാ കൊടുക്കണ? കയറ്, നമ്മള് വടി, വല, മടാള് എല്ലാം കൂടി സെറ്റിങ്സ് ആണ്. അതെ, ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്നുണ്ട്, കയറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് നോക്കി നോക്കാല്ലേ? ഞങ്ങളൊന്ന് പിടിച്ചു നോക്കട്ടെ. അറിയാം, നോക്കാം. എന്താ ഇറച്ചി വിട്ട് ചുരുങ്ങിയ സമയമുള്ള കോർണർ ടൈപ്പ് ഉണ്ടാക്കാം അല്ലേ? അതാ നല്ലത്. കോരിയെടുക്കാൻ ടൈപ്പ് ഇട്ടോ. എന്നാലേ കറക്റ്റ് മീൻ കിട്ടുള്ളൂ. ഞാൻ കിട്ടില്ല. ഒരു കറിക്കുള്ളതായില്ലേ? കിട്ടിയാ അതൊക്കെ പരീക്ഷണാണ്. അതാണ്. വിജയിച്ചു തന്നെ പറയാനുള്ളൂ. നമ്മളിപ്പോൾ അവിടെ ഒരു കെട്ട് കെട്ടിയില്ലേ, അതേപോലെ ഇവിടെ ഒരു കെട്ട് കെട്ടുക. ലാസ്റ്റ് ഇതാ ഇവിടെ കൂട്ടിയിട്ട് എവിടെയും കെട്ടുക. അപ്പോൾ നമ്മൾ ത്രികോണ ആകൃതിയിൽ കെട്ടിയെടുത്തു. ഇനി നമ്മൾ സെൻറ്ററിലൊരു വടി കൂടി വെച്ച് കെട്ടണം. ഈ ഒരു വടി നമ്മൾ സെൻറ്ററിൽ വെച്ച് കെട്ടണം. അങ്ങനെ നമ്മൾ സെൻറ്ററിലൊരു വടി വെച്ച് കെട്ടിയിട്ടുണ്ട്. കൊടുക്കുകയാണ് ഗൈസ്. ഗൈസ്, ലാസ്റ്റ് നീളം കൂടിയ വടിയിൽ ഒരു കയറ് ഇങ്ങനെ കെട്ടണം. അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ വടിയില്ലേ, അതിലേക്ക് ഈ കയറിൻ്റെ കെട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ കോര് വല്ല റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് എറിയാൻ പോവുകയാണ്. സെറ്റായിട്ട് ഒരു പരീക്ഷണം തന്നെയാണ്. ഞങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ പരീക്ഷണമാണ് ഇത്. വിജയിക്കോ വിജയിക്കില്ല എന്നൊന്നും ഞങ്ങൾക്ക് 100% ഉറപ്പില്ല. പക്ഷെ ഞങ്ങളൊരു ശ്രമം. അത് താഴ്ന്നില്ലടാ, ഇട്ടുള്ള താഴ്ന്നേ. പരീക്ഷണം ഞങ്ങൾ വിജയകരമല്ല. നോക്കട്ടെ, അടുത്ത ട്രൈ ചെയ്തിട്ട്
ആ ക്രോസ് വെച്ച വലിയ വടി ഞങ്ങൾ ഉപേക്ഷിച്ചു. ആ നീളം പിടിച്ചത് അത് വില കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിൽ തന്നെ ടെക്നോളജി, ഒരു കുരുത്തി വല പോലെ ടെക്നോളജിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ മീൻ പിടിക്കാം. നേരത്തെ പോലെ തന്നെ പേരല് കുട്ടികളെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഗൈസ് പേരല് കുട്ടികളിനാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഇവിടേക്ക് നോക്കട്ടെ എന്ത് കിട്ടുമെന്ന്. ഗൈസ് പേരല് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പരലും കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. വേണ്ട ചെറുതാണ്. കുറച്ച് പരലെ കുട്ടികളാണ് ഗൈസ്. നമുക്ക് വലുത് കിട്ടുമോ നോക്കാം. താട്ടയാണ്. ഗൈസ് ഇങ്ങനെ വല കിട്ടുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ മൂക്ക് കൂടെ ഒരു ഇത് കയറിപ്പോയിട്ട് ആളുകൾ കുറേ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മലിനമായ വെള്ളങ്ങളിലൊക്കെ ഇറങ്ങാതെ തന്നെ ഇതിന് മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വലകൾ സെറ്റ് ചെയ്തുകൊണ്ട് മീൻ പിടിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, അപകടം ഒഴിവാക്കാം. ഗൈസ് അപ്പോൾ ഞങ്ങൾ വലട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. വിജയിച്ചാൽ മീൻ കിട്ടും ഗൈസ്. അപ്പം നമുക്ക് ആ വലന്ന് പൊക്കിയൊക്കെ കുറേ നേരമായി വെച്ചിട്ട് എന്തെങ്കിലും കുടുങ്ങിയിട്ടോ നോക്കാം. നേരത്തെ പോലെ തന്നെ ചെറിയ ചെറിയ പെരലുകുട്ടികൾ തന്നെയാണ് ഉള്ളത്. ചെറിയ പെരലുകുട്ടികൾ കണ്ട, ചെറിയ പെരലുകുട്ടികൾ തന്നെ ഉള്ളൂ. ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ചിലപ്പോൾ മീൻ കിട്ടും. ഇന്നിപ്പോൾ ഇവിടെ മീനും കുറവാണ്, ഞങ്ങൾക്ക് ഭാഗ്യമില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ പെരലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ ഇതേപോലെയുള്ള പുതിയ ടെക്നോളജികൾ ഓരോന്നായിട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. മീൻ കിട്ടുന്ന അവിടെ കണ്ടില്ലേ. പേരല് കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ തിരിച്ചു വിടുകയാണ്. ഗൈസ് നേരം കുറച്ചായി. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നിർത്താൻ പോവാണ്. ഗൈസ് അപ്പോൾ മീൻ വളരെ കുറവാണ്, ഒന്നുമില്ല. വീണ്ടും പേരല് കുട്ടികളെ തന്നെ കിട്ടിക്കണേ. അപ്പം ഞങ്ങൾ ഈ പരിപാടി നിർത്തുകയാണ്. ഏകദേശം ഇരുട്ടായിരിക്കണം ഗൈസ്.
അപ്പോൾ ഞങ്ങൾ നിർത്തി പോവുകയാണ്. അപ്പോൾ ഉണ്ടോ ചെറിയ പരലൻകുട്ടി കിട്ടിയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങളിതിനെ ആ തോട്ടിലേക്ക് ഇടുകയാണ്. ഇന്ന് ഞങ്ങൾ മീൻ കിട്ടാണ്ട് ആകെ ചമ്മി നാറി തിരിച്ച് പോവാണ് ഗൈസ്. ശരി. എടാ ഇന്ന് നമ്മള് മീൻ പിടിക്കാൻ വന്ന ആകെ ചമ്മി നാറി ഒന്നും കിട്ടിയില്ല. അത് കുഴപ്പമില്ലടാ, നമ്മുടെ പരീക്ഷണല്ലേ. പരീക്ഷണം നമ്മൾ ഇനി അടുത്ത ആഴ്ച നമ്മൾ ഇതിന് ടോപ്പ് പോലായിട്ട് വരടാ. എന്തിനാ പേടിക്കള്? അതല്ലേ. അല്ല അപ്പൊ ഇന്നത്തെ ഇത് തോൽവി തന്നെയാണല്ലേ. ഇന്നത്തെ ഇപ്പൊ ഈ സംഭവം എന്താ പറയാനുള്ളത്? ഇന്നിപ്പോ എന്തായാലും തോറ്റു നാറി. പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ, കുഴപ്പമുള്ള കേസല്ലല്ലോ. ഇത് കണ്ടിട്ട് അവര് കളിയാക്കുവോ? നമ്മുടെ നാട്ടുകാര് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ അങ്ങനെ കുരുത്തി പോലെയൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ മീൻ കുറവാണ്, അപ്പോൾ സമയം വഴുകി. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത്, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഗുഡ് ബൈ.